ഹായ്, താൻ സിനിമ പോസ്റ്റർ നോക്കിക്കോണാ. അതെ, ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാന സ്ഥലമല്ലേ. എറണാകുളത്ത് പത്മ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തൃശ്ശൂർ പൂരപ്പറമ്പിൽ വടക്കുന്നാഥിൻ്റെ തെക്കേ ഗോപുരനട എന്നൊക്കെ പറയുന്ന പോലെ അത്രയും പ്രധാനമുള്ള ഒരു സ്ഥലമാണ്. എം ജി റോഡാണ് പ്രധാന സ്ഥലം. നമുക്കറിയുന്ന പോലെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ 4 വരിപ്പാതയാണ്. പണ്ടത് 70 ഫീറ്റ് റോഡായിരുന്നു. ഈ പറഞ്ഞ പോലെ മനോരഥങ്ങൾ എന്ന് പറഞ്ഞ എം ടിക്ക് ട്രൈബ്യൂട്ട് കൊടുക്കുന്ന ഒരു ചിത്രത്തിൻ്റെ പോസ്റ്ററാണ് കാണുന്നത്. ബിജു മേനോൻ, കമൽഹാസൻ, മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, ആസിഫ് അലി. ഇത് അപ്പുറത്തൊരു വാഴ എന്ന് പറഞ്ഞ ചിത്രം, ഹണ്ട് എന്ന് പറഞ്ഞ മറ്റൊരു ചിത്രം, പാലും പഴവും, നുണക്കുഴി എന്ന് പറഞ്ഞ ചിത്രം. ഇതൊക്കെ നമുക്കറിയാം. ഇവരൊക്കെ കേരളത്തിലെ നമ്മുടെ മലയാളം അറിയുന്നവരുടെ ഇടയ്ക്കുള്ള പ്രധാന നായകന്മാരാണ്. സിനിമ ഒരു വലിയ വ്യവസായമാണ്. ഇപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നത് പത്മ തിയേറ്ററാണ്. അപ്പോൾ ഈ വ്യവസായം വർഷങ്ങളായിട്ടുള്ള വ്യവസായമാണ്. അതുകൊണ്ടാണല്ലോ ഇതിനൊക്കെ പത്മ ജംഗ്ഷൻ, ഈ തിയേറ്ററിൻ്റെ ജംഗ്ഷൻ്റെ പേര് വന്നത് തന്നെ. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഈ വ്യവസായത്തെ തകർക്കുക, ഇതിൻ്റെ പ്രധാന വ്യക്തികളെ തകർക്കുക എന്നുള്ള ഒരു രീതിയാണ് അവലംബിക്കുന്നത്. ഒരു വലിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് വന്ന് ചേരും. 1-2 ആരോപണങ്ങളിൽ മൊത്തം സിനിമേനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. അത് മാധ്യമങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ചോദിക്കാതെ പോകുന്ന നാടാണ് നമ്മുടെ. ഒരു കൊച്ചുകുട്ടീനെ വെച്ച് ഏഷ്യാനെറ്റ് വ്യാജ വാർത്ത ചെയ്തു. ആരെങ്കിലും ഏഷ്യാനെറ്റിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന്? ഇല്ല. അവർക്ക് അതിൻ്റെ പ്രിവിലേജ് ഉണ്ട്. അതാണ് പ്രിവിലേജ്. എന്നാൽ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കേട്ട കഥകൾ പറയുമ്പോൾ പോലും അത് വലിയ വാർത്തയായിട്ട് വരികയാണ്. ഒരുപാട് പേരുടെ മോഹങ്ങളും സ്വപ്നങ്ങളുമാണ് സിനിമ. അതിനെ ഈ നീലയിൽ മുക്കി ചാലിച്ച് ഇല്ലാതാക്കരുത് എന്ന് തന്നെയാണ് അഭ്യർത്ഥന. ഇത് യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സുരേഷ് ഗോപിനെ പറഞ്ഞു, അവരെ പറഞ്ഞു, ഇവരെ പറഞ്ഞു, മുകേഷെ പറഞ്ഞു. ഈ പറഞ്ഞതിലൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണുള്ളത്. അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് അറിയുപോലുമില്ല നമുക്ക്. കാരണം അതിനൊരു അന്വേഷണം വരണം. നമുക്കറിയാം പ്രജ്വൽ രേവണ്ണയുടെ ഒരു കാര്യം നമ്മുടെ മാധ്യമങ്ങൾ എത്രത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇല്ല. വളരെ ചെറിയ റിപ്പോർട്ടേ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരേക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല. താങ്കൾ ഒരു തരത്തിലും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടില്ല അല്ലേ? ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇപ്പൊ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? സംസാരം കേട്ടിട്ട് ഇപ്പൊ താങ്കൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണല്ലോ. ഇല്ല, അങ്ങനെ തോന്നിയെങ്കിൽ സോറി, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. താങ്കൾ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. പോലീസുകാർ പോലും ക്വസ്റ്റ്യൻ ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദിസ് ടോപ്പിക്. ഓക്കെ, അല്ല മീനു, തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ സോറി. മീനു, ഒരു ചോദ്യം പോലും മാധ്യമങ്ങൾ ഇവർക്കെതിരെ ഒന്നും ചോദിക്കുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചാലുള്ള അവസ്ഥ ഇതാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് സിനിമേനെ സ്നേഹിക്കലല്ല, സിനിമേനെ നശിപ്പിക്കലാണ്. അതിന് മാധ്യമപ്രവർത്തകർ ഉത്തരവാദികളുമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ അത് പ്രൈം ടൈമിൽ വാർത്തയാക്കുക എന്ന് പറയുമ്പോൾ അതിന് യാതൊരു വക അടിസ്ഥാനവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിലൊരു സംശയമില്ല. നശിപ്പിക്കാനുള്ളതാണ്, പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സിനിമാ പ്രവർത്തകർ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തോറ്റോടിയ താരങ്ങൾ തമാശ തോന്നുന്നില്ലേ? പറയുന്നത് ആരാന്ന്? മുട്ടിൽ മരമുറി കേസിലെ പ്രതികളാണ്. വേണ്ട, M-ഫോൺ എന്ന് പറഞ്ഞിട്ട് മാംഗോ ഫോൺ അവതരിപ്പിച്ച് പൊളിഞ്ഞുപോയ ടീമാണ്. മരം മുറിക്കാൻ ഭൂവുടമകൾ നൽകിയ അനുമതി പത്രം വ്യാജമാണെന്ന് പോലീസ് പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. വില്ലേജ് ഓഫീസിൽ സമർപ്പിച്ച 7 കത്തുകൾ പ്രതി റോജി അഗസിൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ് എന്നാണ് ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേസിൽ അന്വേഷണ സംഘം ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. എല്ലാവരും ഇതിന്റെ ഉള്ളിൽ നീലയാക്കി മാറ്റാതിരിക്കട്ടെ. ആരോപണത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല സോണിയ മൽഹാർ. നമ്മളിവരെ വിമർശിക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ പിന്നിലെ കൃത്യമായ ഒരു വക്കീൽ ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാവാതെ പോകുന്ന നമ്മുടെ പുതിയ താരങ്ങളോടാണ്. നിങ്ങളിതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ ആകെ മൊത്തം നീലയാക്കി ഇവർ ഇല്ലാതാക്കും. 2024 എന്ന് പറഞ്ഞ വർഷം മലയാള സിനിമയ്ക്കൊരു നല്ല വർഷമാണ്. പാരമ്പര്യമായ സിനിമ അവരുടെ കയ്യിൽ നിന്നൊക്കെ പോയി പുതിയ കുട്ടികൾ വളരെ നന്നായി സിനിമ കൊണ്ടുവരികയാണ്. നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരെ ഒന്ന് നോക്കുക. 3 സിനിമയാണ് സ്ത്രീപക്ഷ സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്തത്. ആ 3 സിനിമയ്ക്കും യാതൊരു വക പ്രാധാന്യവും ഒരു ചർച്ചയും ഇവർ കൊടുത്തില്ല. അറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, പ്രതിരോധിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.